നമ്മുടെ അപ്പോൾ സ്റ്റൈലിഷിന്റെ ഓണം 2025. അപ്പോൾ നമ്മുടെ മരിയ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു സ്റ്റൈലിഷ് ആയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്ത് മൂടാണ്, വൈബാണോ? എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഇവിടുത്തെ എല്ലാ വീഡിയോസിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പണ്ട് പോലെ സ്റ്റൈലിഷ് നോട്ട് ചെയ്യുന്ന അങ്ങനെയാണ്. വീഡിയോ സ്പെസിഫിക്കലി ഔട്ട്ഫിറ്റിനെ പറ്റി ആയിരിക്കും. കോവിഡിന് മുന്നേ തുടങ്ങി. ഞാൻ കോവിഡിന് 2018 മുതലാണ് IGTV. ശരിക്കും എനിക്ക് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇഹേലെ നുഹമ്മദ് ആയിരുന്നു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ആൾ സാരീസിന്റെ വീഡിയോസ് ചെയ്യുമ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കുർത്തിയുടെ അങ്ങനെ ഒരു പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അങ്ങനെ ആ ഒരു മാഡം ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഓക്കെ കുർത്തി നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ പ്രസന്റ് ചെയ്തുകൂടാന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ശരിക്കും എനിക്കത് ഭയങ്കര ഷൈ ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ നല്ല വണ്ണുണ്ടായിരുന്നു, കുറേ കളിയാക്കലുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ആക്ച്വലി തുടങ്ങിയത്. അപ്പോൾ ആ ഒരു വൈബ് പിടിച്ചാണ് പിന്നെ അങ്ങനെ ഇത്രയും വർഷം. എനിക്കും സ്റ്റൈലിഷ് എന്നുള്ള പേരായിരുന്നു അറിയാം. പ്രിമ ചേച്ചിയാണ്. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഇതുവരെ, പേര് എവിടെയും പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് ആക്ച്വലി പ്രിമ തന്നെയാണ്. അത് കുറച്ച് പേർക്ക് അറിയുള്ളൂ ഇപ്പോഴും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഓണം വൈബിലേക്ക് നമുക്ക് കടന്നാലോ? നല്ല സന്തോഷമായില്ലേ? നല്ല നല്ല രസമായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ആ ഒരു സെയിം പ്ലേസിൽ തന്നെ ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും. അത് ഞാൻ പൊതുവെ എനിക്ക് അങ്ങനെ റീലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒരു സെറ്റ് ഇടുക അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ എന്തായിരിക്കുന്നോ ആ ഒരു ഇതിൽ നമ്മുടെ ടീം വർക്ക്. സ്റ്റൈലിഷിന് എപ്പോഴും ടീം നിങ്ങൾ നോക്കിയാൽ ഒരു സെലിബ്രേഷൻ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഇതിനെ സഹകരിച്ച് ചെയ്യാറുണ്ട്. അവർ അത്രയും 110% അല്ലെങ്കിൽ 200% അവർ ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. എന്നാലും ഞങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടു തുടങ്ങാം. അപ്പൊ അതെ നമ്മളുടെ ഓണം 2025 ഇതാണ് ആ ഒരു പൊളി വൈബ്. എന്ത് രസമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കംപ്ലീറ്റ് ഒരു ടീം വർക്ക്. നല്ല വേഴ്സറ്റൈൽ ആയിട്ടുള്ള കളേഴ്സും അതുപോലെ ഹാൻഡ് വർക്കിന്റെ കോമ്പിനേഷൻസിലൊക്കെ നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള ഇവരൊരു ധൈര്യത്തെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും കളക്ഷൻസ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ കുർത്തിയായിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ മൽ കോട്ടണിൽ നമ്മൾ കോറ കോട്ടൺ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള മിനിമൽ ക്ലാസി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈലായിട്ടോ കുർത്തി സ്റ്റൈലായിട്ട് എങ്ങനെ വേണമെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യണം. ഇതിന് ഓക്സിറ്റി നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇച്ചിരി ടൈം ടേക്കിംഗ് ആണ്. ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കിന്റെ കോമ്പിനേഷൻസിൽ ചെയ്തിരിക്കുന്നത്. ബട്ട് നമ്മുടെ ഡിസൈനേഴ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിച്ചസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റിച്ചസ് ആട്ടോ. അതായത് ബുള്ളിയനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഫ്രഞ്ച് നോട്ടും ബോവൻ റോസും അതുപോലെ തന്നെ ലേസി ഡേസി സ്റ്റിച്ച്, അങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റിച്ചസിന്റെ ഒരു കോമ്പിനേഷൻസ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആ ഒരു സർദോസിയുടെയും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഡാർക്ക് ഗ്രീൻ ടോൺ, അതുപോലെ തന്നെ റാണി പിങ്കും യെല്ലോ ഷെയ്ഡും ഓഫ് വൈറ്റും, അങ്ങനെ ഒരു പെർഫെക്റ്റ് കളർ കോമ്പിനേഷൻസിലാണ് നമ്മൾ ഇതെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഓക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു ലേസ് ഡീറ്റെയിലിംഗ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബോർഡേഴ്സ് പോലെ ഒരു ലേസ് ഡീറ്റെയിലിംഗും ആൻഡ് സ്ലീവും ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ്, ഡിഫറെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. 3/4 സ്ലീവ് കൊടുത്തിട്ട് ലെങ്ത് വൈസിലാണ് നമ്മൾ ആ ഒരു ഹാൻഡ് വർക്കിന്റെ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ അതിന്റെ കൂടെ ഉള്ള ഒരു കരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻസും ഒരു സമൂസ ലേസും കൂടി ആഡ് ചെയ്തിട്ട് ആൻഡ് ഈ ഒരു ഫ്രോക്കിന്റെ എൻഡിലായാലും നമ്മൾ അതുപോലെ കരയൊക്കെ ആഡ് ചെയ്ത് അവിടെയായാലും നമ്മൾ ഗോൾഡൻ ടിഷ്യൂ ലേസ് കൂടി ആഡ് ചെയ്തിട്ട് 3 ഡിഫറെന്റ് ടൈപ്പിന്റെ ഒരു ലേസിന്റെ കോമ്പിനേഷൻസും കൂടി ഈ ഒരു ഫ്രോക്കിന്റെ സ്പെഷ്യൽ ആട്ടോ. ആൻഡ് ദെൻ നമ്മൾ ബാക്കിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ അവിടെയും ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൂടി ആഡ് ചെയ്ത് ചെറിയൊരു ഗ്യാദേഴ്സ് ഒക്കെ കൊടുത്തിട്ട് ഇൻ ടോട്ടൽ ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് കളർ ആൻഡ് പാറ്റേൺ കണ്ടാലോ? സോ നമ്മുടെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ടോണിൽ വരുന്നത്, ലൈറ്റ് ഡാർക്ക് ഗ്രീനിന്റെ ടോണിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യോക്ക് പാറ്റേണിൽ ആ ഒരു ഫ്ലവേഴ്സിന്റെ പെർഫെക്ഷൻസ് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത്രയും കളർ കോമ്പിനേഷനിൽ ശരിക്കും സെറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഡിഫിക്കൽട്ടാണ്. ബട്ട് നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ത്രെഡിന്റെ വർക്കുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ലേസ് ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ സ്ലീവ് ആയാലും കണ്ട ആ ഒരു 3/4 സ്ലീവിന്റെ കൂടെ ആ ഒരു കര വന്നിരിക്കുന്നത് ലൈറ്റ് ഡാർക്ക് ടോണിന്റെ ഒരു ബോർഡർ ആണ്. അതുപോലെ തന്നെ ഒരു സമൂസ ലേസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ലെങ്ത് വൈസിൽ നമ്മൾ ആ ഒരു ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഈ ഒരു കുർത്തിയുടെ എൻഡിലായാലും നമ്മൾ അതുപോലെ ഒരു ബോർഡറും ലേസിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ആഡ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടല്ലോ. സോ ഇതാണ് നമ്മളുടെ ഒരു നെക്സ്റ്റ് കളർ ആൻഡ് പാറ്റേൺ നമ്മൾ കാണിക്കുന്നത്. നല്ല വൈബ്രന്റ് കളേഴ്സ് ചൂസ് ചെയ്ത് നല്ല ഫെസ്റ്റീവ് മോഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു 3 കളേഴ്സ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ തന്നെ നല്ല സെൻസിബിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് വർക്ക് ആട്ടോ. അതായത് നിങ്ങളുടെ ആരുടെ ആ ഒരു കോംപ്ലക്ഷനെ ഒന്നും എഫക്ട് ചെയ്യാത്ത രീതിയിൽ നല്ല മിനിമൽ ആൻഡ് ക്ലാസി ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് വർക്ക്. ജെറി വർക്കും അതുപോലെ തന്നെ ഓറഞ്ചിന്റെ ഒരു കളർ ത്രെഡും കൂടി യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഹാൻഡ് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യോക്ക് പാറ്റേണിൽ നമ്മൾ ആ ഒരു കോമ്പിനേഷൻ ആഡ് ചെയ്ത് ആൻഡ് ഒരു കേർവ്ഡ് വി നെക്ക് കൊടുത്തിട്ട് അവിടെയായാലും ആ ഒരു ഹാൻഡ് വർക്കിന്റെ എലമെന്റും ആൻഡ് സൈഡിലായാലും നമ്മൾ അതുപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്ലീവ് എങ്ങനെയാണെന്ന് വെച്ചിട്ട് 3/4 സ്ലീവിൽ നമ്മളൊരു ഫ്ലാപ്പും അതുപോലെ തന്നെ ഒരു ഷോ ബട്ടറും ആൻഡ് ഓൾസോ ഒരു ലേസ് ഡീറ്റെയിലിംഗും ബീഡിങ്ങും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആയാലും ഈ ഒരു ഓറഞ്ചിന്റെ എലമെന്റ് ആഡ് ചെയ്ത് ഈ ഒരു ഫ്രോക്കിന്റെ എൻഡ് പോർഷനിലും ഈ ഒരു ഓറഞ്ച് എലമെന്റും അതുപോലെ തന്നെ ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൂടി ആഡ് ചെയ്തിട്ട് നല്ല ക്ലാസി ആയിട്ട് മിനിമൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതിന്റെ ബാക്ക് പോർഷനിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇതുപോലെ ഒരു ഓറഞ്ചിന്റെ എലമെന്റും അതുപോലെ തന്നെ
ചെറിയ ഗ്യാദേഴ്സ് ഒക്കെ കൊടുത്തിട്ട് ഈ ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൂറസെന്റ് അങ്ങനത്തെ ഓറഞ്ച് അല്ല, വീഡിയോയിൽ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. നല്ലൊരു ക്ലാസി ആയിട്ടുള്ള ഒരു ഓറഞ്ച് വൈബ്രന്റ് കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കളർ കണ്ടാലോ, ഇതാണ് നമ്മളുടെ ഒരു നെക്സ്റ്റ് കളർ ടോൺ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് ചെറിയുടെയും അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ ത്രെഡ് വർക്കിന്റെ ഒരു കോമ്പിനേഷൻ നല്ല രസമാണ് ഒരു യോക്ക് കാണാൻ. ആൻഡ് സ്ലീവ് ആയാലും ചെയ്തിരിക്കുന്നത് 3/4 സ്ലീവും അതുപോലെ തന്നെ ഒരു ഗ്രീൻ ബീഡിങ്ങും ഒക്കെ കൊടുത്തിട്ട് അവിടെ ലേസ് ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ ഒരു ഫ്ലാപ്പ് ബട്ടണൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ക്ലാസി ആയിട്ട് നെൻ പോർഷനിലായാലും ഈ ഒരു ഗ്രീൻ എലമെന്റും അതുപോലെ തന്നെ ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിലായാലും നമ്മൾ അതുപോലെ തന്നെ നല്ലൊരു പാറ്റേണിലാണ് ഇത് ചൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കളർ വേണ്ടല്ലോ, ലാസ്റ്റ് ഒരു കളർ ടോൺ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിന്റെ ഒപ്പം തന്നെ ആ ഒരു ഗോൾഡൻ ചെറിയ വർക്കിന്റെ ത്രെഡ് വർക്ക് നമ്മൾ യോക്കിലും ആൻഡ് ഓൾസോ സ്ലീവ് ആയാലും ഈ ഒരു കളർ ടോണിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻഡ് പോർഷനിലായാലും ലേസും അതുപോലെ തന്നെ ഈ ഒരു റാണി പിങ്കിന്റെ കോമ്പിനേഷൻ, ബാക്ക് പോർഷനിലായാലും റാണി പിങ്കിന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേഴ്സറ്റൈലും എലഗന്റ് ആയിട്ടുള്ള ഒരു ക്ലാസി മിനിമൽ കളക്ഷൻ ആണ് നമ്മൾ ഇത്തവണ സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കണ്ട, ഗ്രാബ് യുവേഴ്സ്, കണക്ട് us to 8593822822 ആൻഡ് നമ്മുടെ അതർ നമ്പർ എന്ന് പറയുന്നത് 9946519063. താങ്ക് യു.